പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനാൽ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ വലുതായി കാണുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ദൈവം മാറാത്തവർ. ദൈവവചനത്തില് നമ്മളെ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ഉണ്ടാവും. യേശുവിന്റെ അടുക്കൽ ഒരു ചന്ദ്രരോഗിയായ മകനുമായിട്ട് ഒരു പിതാവ് വന്നപ്പോൾ യേശുക്രിസ്തു മറുരൂപമലയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാനും ഒക്കെ ആയിട്ട് മറുരൂപമലയിലായിരിക്കുന്ന സമയത്താണ് ഈ പിതാവ് മകനുമായി വരുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിനെ കാണാൻ സാധിക്കാത്തതായ പിതാവ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. ശിഷ്യന്മാർക്ക് ആ കുഞ്ഞിന് ഒരു സൗഖ്യം കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെയാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ തന്നെ അവര് ശിഷ്യന്മാരുമായിട്ടൊരു വാഗ്വാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു മലയിൽ നിന്ന് ഇറങ്ങി വരിക. യേശു ചോദിച്ചു, എന്താണ് ഇവിടെ പ്രശ്നം? ഒരു പുരുഷൻ ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ മകനുമായിട്ട് രോഗിയായ എന്റെ മകനെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു, നിന്റെ ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. യേശുവിനോട് അവൻ പറഞ്ഞൊരു വാക്ക് ഇതാണ്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്റെ മകനെ സൗഖ്യമാക്കാനായിട്ട് അവൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു വലിയ ആഗ്രഹം എന്റെ മകന് സൗഖ്യം വേണം. പക്ഷെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുവിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അതേ ഒരു വില തന്നെയാണ് അദ്ദേഹം യേശുവിന് കൊടുത്തത്. കാരണം അതുകൊണ്ടാണ് ഇവരോട് പറഞ്ഞിട്ട് സാധിച്ചില്ല, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. അപ്പൊ ഈ ശിഷ്യന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ അങ്ങേക്കും സാധിക്കത്തില്ല എന്നൊരു ധ്വനി ആ വാക്കിനകത്തുണ്ട്. പക്ഷേ യേശുവിന്റെ മറുപടി ഇതായിരുന്നു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നോ, എന്നാൽ കഴിയുമെന്ന് നീ പറയുന്ന വാക്ക്, അതിനപ്പുറമായി ഞാനൊരു സത്യം നിന്നോട് പറയാം, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. അപ്പൊ സാധ്യമാവുക എന്നത് വിശ്വസിക്കുന്നവനാണ് സകലതും സാധ്യം. അപ്പൊ ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ ആരുടെ അടുക്കൽ പോകുന്നു, ആരാണോ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്, ആരാണോ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നത്, ഇടിവിൽ നിൽക്കുന്നത്, ഇതിനൊന്നുമല്ല പ്രാധാന്യം. നിങ്ങൾ വിശ്വസിക്കുന്നു, അതിനാണ് പ്രാധാന്യം. നമുക്കറിയാം, രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രം തൊട്ടു. അനേകർ യേശുവിന്റെ വസ്ത്രം തൊട്ടു. യേശു ശിഷ്യന്മാരോട് തിരിഞ്ഞു ചോദിച്ചു, എന്നെ തൊട്ടതാരും? ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, അതൊരു ശരിയായ ചോദ്യമല്ല. ഈ സമയത്തിന് അർത്ഥവത്തായ ഒരു ചോദ്യമല്ല. കാരണം അനേകർ നിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങേ തൊട്ടതാരെന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. പക്ഷേ യേശു പറയുന്നത് അടുത്ത വാക്ക്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പൊ യേശുവിൽ ശക്തി കൊണ്ട് അതിനെ പുറപ്പെടുവിച്ചത് വിശ്വാസമാണ്. അപ്പൊ നമുക്കവിടെ രണ്ട് കാര്യങ്ങളെ ഒരുമിപ്പിച്ച് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ശക്തിയിലുള്ള വിശ്വാസം. രണ്ട്, യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ. ഇത് രണ്ടുമായിരുന്നു യേശുവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ, പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്ത് നടന്ന അത്ഭുതങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഈ രണ്ട് കാര്യമായിരുന്നു. ഒന്ന്, യേശു പറഞ്ഞ വാക്കുകൾ. യേശു പറഞ്ഞു, സൗഖ്യമാവുക, ശുദ്ധിയാവുക, കാഴ്ച പ്രാപിക്കുക, തുറന്നു വരിക, പുറത്തു വരിക, എഴുന്നേൽക്കുക എന്നിങ്ങനെ കർത്താവ് പറഞ്ഞ വാക്കുകൾ, അതാണ് സൗഖ്യത്തിന് കാരണമായത്. അതുകൊണ്ടാണ് ശതാധിപൻ യേശുവിനോട് പറഞ്ഞൊരു കാര്യം, കർത്താവെ, അങ്ങന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, പക്ഷെ അങ്ങൊരു വാക്ക് പറഞ്ഞാൽ എന്റെ വേലക്കാരന് സൗഖ്യമാവും. ഐ ബിലീവ്, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങൊരു വാക്ക് പറഞ്ഞാൽ സൗഖ്യം. അപ്പൊ അവിടെ അത്ഭുതം നടന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, യേശുവിൽ നിന്ന് പുറപ്പെട്ട വാക്ക്. രണ്ടാമത്, യേശു പറഞ്ഞാൽ അത്ഭുത സൗഖ്യമുണ്ടാകുമെന്ന വിശ്വാസം. അപ്പൊ ആ ശതാധിപന്റെ ജീവിതത്തിനകത്ത് അദ്ദേഹം അധികാരത്തിന് കീഴ്പ്പെട്ടവൻ. അത് അങ്ങനെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവൻ. പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വ്യക്തിയോട് പോകാനായിട്ട് പറയുമ്പോൾ പോകുന്നു, വരാനായിട്ട് പറയുമ്പോൾ വരുന്നു. ഇതിന്റെ രണ്ടിനെയും കാരണം എന്റെ ഗുണമല്ല. എനിക്കൊരു അധികാരമുണ്ട്. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എനിക്കും അധികാരമുണ്ട്.
അപ്പോൾ ആ അധികാരത്തെ എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വചനം കൊണ്ടാണ്, വാക്കുകൊണ്ടാണ്. അപ്പൊ ഇവിടെ അത്ഭുതങ്ങളെല്ലാം നടന്നത് യേശു ആ വീട്ടിൽ വരുന്നു എന്നതോ, യേശു അവനെ സൗഖ്യമാക്കുന്നു എന്നതോ, തൊടുന്നു എന്നതോ ഇതിനൊന്നുമല്ല പ്രസക്തി. അവിടെ യേശു ആശ്ചര്യപ്പെട്ടിട്ട് പറയുക, ഞാൻ ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. കാരണം അവിടെ അത്ഭുതത്തിന് കാരണമായി തീർന്നത് യേശുവിന്റെ സാന്നിധ്യം എന്നതിനപ്പുറത്ത് യേശുവിന്റെ വചനം. അത് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കുക. അപ്പോൾ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ മുഴുവൻ നടന്ന അത്ഭുതങ്ങളുടെയും അടിസ്ഥാനം യേശുവിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്ക്, അത് വിശ്വസിച്ചവരുടെ വിശ്വാസം. ഇത് രണ്ടും അവിടെ അത്ഭുതങ്ങൾക്ക് കാരണമായി തീർന്നെങ്കിൽ പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചില അസാധ്യതകൾ നിൽപ്പുണ്ടോ? സാധ്യമല്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ എഴുതി തള്ളിയ ചില വിഷയങ്ങളുടെ മുമ്പിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ഒരു മാർഗവും നിങ്ങളുടെ മുമ്പിൽ ഇല്ല എന്ന് സാഹചര്യം നിങ്ങളോട് പറയുന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നുന്നുണ്ടോ? പക്ഷെ അങ്ങനെ തോന്നലുകളുടെ നടുവിൽ നിൽക്കുന്ന നിങ്ങളോട് ആത്മാവിൽ ഞാൻ പറയട്ടെ, അല്ല, നിങ്ങൾ തോന്നുന്ന പോലെ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഹല്ലേലൂയ സംഭവിച്ചിരിക്കും. അതായത് പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളോട് മറ്റുള്ളവർ പറഞ്ഞ വാക്ക് അതവിടെ നിൽക്കട്ടെ. യെസ്, നിങ്ങളെ ശപിച്ചു, നിങ്ങൾ നന്നാകത്തില്ല എന്ന് പറഞ്ഞു, നിങ്ങൾ ഗതി പിടിക്കത്തില്ല, നിന്റെ ചെയ്യുന്ന ഒരു കാര്യം നന്നാകത്തില്ല, നീ ഒരു ശാപമാണെന്ന് ലോകം പറഞ്ഞു. പക്ഷെ അതവിടെ നിൽക്കട്ടെ, ആ വാക്ക് അവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങളൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുക. നിങ്ങളുടെ ദേശത്ത് ഒരു സാധാരണ പൗരൻ പറയുകയാണ്, ഇന്ന ദിവസം മുതൽ നിയമം എങ്ങനെയായിരിക്കും, ഇന്ന കാര്യം ഈ നിലവാരത്തിൽ വേണം ചെയ്യാനായിട്ട് എന്ന് ഒരു സാധാരണ പൗരൻ പറഞ്ഞാൽ അതിന് ആ സമയത്ത് പറയാം, അദ്ദേഹത്തിന് വേണേ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഇല്ല, നിങ്ങളുടെ ആ ഒരു പ്രാദേശികമായ ഒരു അധികാരമുള്ള വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹം ആ ലോക്കലിലുള്ള അധികാരമുള്ള ഒരു വ്യക്തി, അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ സംഭവിക്കും ആ ഒരു പരിമിതിക്കകത്ത്. എന്നാൽ ചിന്തിച്ചു നോക്കുക, അതിനേക്കാളെല്ലാം ഉയർന്ന ഒരു അധികാരമുള്ള, ആ ദേശത്തിന് മേൽ പ്രദേശങ്ങളുടെ മുഴുവൻ അധികാരമുള്ള ഒരു വ്യക്തി പറയുകയാണ്, ഇല്ല, നാളെ മുതൽ ഈ രണ്ടുപേര് പറഞ്ഞ പോലെ, അല്ലെ ഞാൻ പറയുന്ന പോലാണ്, ഇങ്ങനെയാണ് കാര്യം നടക്കുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറൊരു മാറ്റം ഉണ്ടാകത്തില്ല. കാരണം ഈ മുൻപ് പറഞ്ഞ രണ്ട് അധികാരമുള്ള വ്യക്തികളേക്കാൾ ഉന്നത അധികാരമുള്ള ഒരു വ്യക്തിയുടെ വായിൽ നിന്നാണ് അതിനെല്ലാം വീറ്റോ ചെയ്യുന്ന വാക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കനുസരിച്ച് കാര്യം നടക്കും. അതായത് പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിൽ നിങ്ങൾക്ക് വിരോധമായി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾ മറക്കരുത്, ഇന്ന് യേശുവിനെ കുറിച്ച്, യേശു മരിച്ച് പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കുറിച്ച്, മാനവജാതിയുടെ പാപത്തെ ചുമന്ന്, ശാപത്തെ ചുമന്ന്, രോഗത്തെ ചുമന്ന് ക്രൂശിൽ മരിച്ച് പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കുറിച്ച് രണ്ട് വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കാം. ഫിലിപ്പ് ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ച് എല്ലാ നാമത്തിലും മേലായ നാമം നൽകി. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ 2-ാം അധ്യായം 9-ാം വാക്യം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാലൊക്കെയും അടങ്ങും. അപ്പൊ അവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞ എല്ലാ നാമത്തിനും മീതെ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ, എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിന്റെ 21-ാമത്തെ വാക്യം, സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിന് വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. ആമേൻ. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നതെല്ലാം, ഈ വാക്യങ്ങളെല്ലാം കാണുന്നത് യേശു ക്രിസ്തു സകല അധികാരത്തിനും വാഴ്ചകൾക്കും ഉന്നതമാണ്. അവന്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമം. അപ്പോൾ ചിന്തിച്ചു നോക്കിക്കേ, അങ്ങനെ എല്ലാ നാമത്തിലും മേലായ നാമമുള്ള യേശു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി നിൽക്കുന്ന യേശു, ആ യേശു നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച്, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച്,
അവൻ പറഞ്ഞ വാക്കേ സംഭവിക്കൂ. കാരണം നിങ്ങളോട് ഇതുവരെയും പറഞ്ഞിട്ടുള്ള വാക്കുകളെക്കാളും സുപ്രീം അതോറിറ്റിയാണ് ദൈവത്തിന്റെ. ഉന്നത അധികാരമുള്ളവനാണ് യേശു. അതുകൊണ്ട് നിങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം അവൻ പറഞ്ഞതേ സംഭവിക്കൂ എന്ന ഉറപ്പ്. അത് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനവും വിശ്വാസവും. അതായത് ദൈവത്തിന്റെ വചനമാണ് ആക്ഷൻ. ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പോൾ ആക്ഷനും റിയാക്ഷനും, ആ ആക്ഷന്റെയും റിയാക്ഷന്റെയും പ്രോഡക്റ്റ് ആണ് ശരിക്കും അത്ഭുതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ പ്രിയപ്പെട്ടവർ, അതായത് ദൈവശക്തിയും മനുഷ്യന്റെ വിശ്വാസവും തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്താണ് അത്ഭുതം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങൾ കർത്താവിന്റെ വചനത്തെ വിശ്വസിക്കുമെങ്കിൽ, വചനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ പൂർണ്ണമായി മാറിയിരിക്കും. ഒരു സംശയമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളില് ഹല്ലേലൂയ ദൈവവചനത്തെ വിശ്വസിക്കുക. അവിടെ ശതാധിപൻ പറഞ്ഞൊരു കാര്യമാണ്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി കർത്താവേ, സംഭവിക്കും. നീ ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പൊ അത് അവന്റെ ജീവിതത്തിനകത്ത് അവന്റെ സാഹചര്യങ്ങൾക്ക് അതീതമായ ഒരു ഉറപ്പ്, അവൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾക്ക് അതീതമായ ഒരു ഉറപ്പ് അവന്റെ അകത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ വാടേണ്ട ഒരു കാര്യമാണ്, ദൈവവചനത്തിൽ പറഞ്ഞത് മാത്രമേ എന്നിൽ സംഭവിക്കൂ. ഹല്ലേലൂയ, ആമേൻ. വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യം. യേശു ആ ചന്ദ്രരോഗിയായ മകനുമായിട്ട് വന്ന പിതാവിനോട് പറഞ്ഞൊരു കാര്യമാണ്, വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യം. ഹല്ലേലൂയ. അപ്പൊ അവിടെ അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്റെ അവിശ്വാസത്തിന് തുറന്നു നിൽക്കണം. അപ്പൊ ഇപ്പോഴ് എനിക്ക് വേണ്ടത് മകന് രോഗസൗഖ്യത്തിനപ്പുറമായിട്ട്, ഇതുവരെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എന്റെ മകന് രോഗമാണ് വലിയ പ്രശ്നമെന്ന്. അപ്പൊ ഇവിടെ വെച്ച് ആ പിതാവിനെ കണ്ണു തുറക്കുക. കർത്താവ് പറഞ്ഞൊരു കാര്യം, നിന്റെ മകന് രോഗസൗഖ്യം അല്ല ഇപ്പോഴത്തെ പ്രശ്നം, രോഗമല്ല ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ, രോഗമല്ല. നിന്റെ മനസ്സിനകത്ത് കിടക്കുന്ന അവിശ്വാസമാണ് പ്രശ്നം. അപ്പൊ അവിടെ കർത്താവ് വിശ്വാസത്തെയും അവിശ്വാസത്തെയും അല്പവിശ്വാസത്തെയും ഒരുപോലെ കർത്താവ് കാണുന്നത്. നമുക്കറിയാം, പത്രോസ് ശിഷ്യന്മാരെല്ലാവരും കൂടെ അക്കരയ്ക്ക് കർത്താവ് പറഞ്ഞതിന്റെ പേരിൽ യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവിടെ അവർ പ്രതീക്ഷിക്കാത്ത നിലയിൽ 4-ാം യാമത്തിൽ വലിയൊരു കാറ്റടിച്ചു, പടകളകുമാറായി, ആകെ ഭയം വരുന്നൊരു സാഹചര്യം. അപ്പോൾ മലയിൽ തനിയെ പ്രാർത്ഥിക്കാൻ പോയവനെ യേശു ക്രിസ്തു അറിഞ്ഞ് വെള്ളത്തിൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവരെല്ലാരും നിലവിളിച്ചു, ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാകും. ഉടൻ തന്നെ പത്രോസ് പറഞ്ഞൊരു കാര്യമാണ്, നീ ആകുന്നുവെങ്കിൽ എന്നോട് വെള്ളത്തിൽ നടക്കാൻ പറയാം. യേശു പറഞ്ഞു, വരിക എന്ന് വിളിച്ചു. പത്രോസെ വരിക എന്ന് പറഞ്ഞു. അപ്പോഴ് പത്രോസ് വെള്ളത്തിൽ ഇറങ്ങി നടന്നപ്പോൾ വചനം ഇങ്ങനെയാണ് കാണുന്നത്, അവൻ നടന്നു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ പിന്നത്തതിൽ അവൻ കാറ്റു കാണുകയാൽ ഭയപ്പെട്ടു, തിരമാല കാണുകയാൽ ഭയപ്പെട്ടു, ഓളങ്ങളെ കണ്ടു ഭയപ്പെട്ടു, പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ടു. അവൻ മുങ്ങിത്തുടങ്ങിയപ്പോ കർത്താവ് പെട്ടെന്ന് ഉടനെ കൈനീട്ടി അവനെ വിടുവിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞൊരു കാര്യം, ഇത് അല്പവിശ്വാസിയെ. അപ്പൊ അല്പവിശ്വാസിയായ പത്രോസിനെയും കർത്താവ് തൊട്ടു. കർത്താവ് അവന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. എന്നാൽ അവന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തവനായ കർത്താവ് നമുക്ക് ഈ ചന്ദ്രരോഗിയായ ആ മകനുമായിട്ട് വന്ന പിതാവിനോട് കർത്താവ് പറഞ്ഞൊരു വാക്കിതാണ്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാമത്തെ അധ്യായത്തില് അവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്, അവന്റെ അവിശ്വാസം 24-ാം വാക്യം, ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോൾ അവർ ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത് എന്റെ മകന് സൗഖ്യം വേണമെന്നുള്ളത്. ഇപ്പൊ അവന്റെ പ്രാർത്ഥന മാറി, എന്റെ മകന്റെ സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്റെ അകത്ത് കിടക്കുന്ന അവിശ്വാസമാണെന്ന് അവന് മനസ്സിലായി. അപ്പൊ അവനില് എപ്പോഴാണോ അവന്റെ ഉള്ളിൽ
കെട്ടിക്കിടന്ന അവിശ്വാസം അകത്തുനിന്ന് എടുത്തു മാറ്റപ്പെട്ടത്. അപ്പോഴവന്റെ ജീവിതത്തിന് അവസ്ഥ മാറി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സകല നന്മകൾ അനുഭവിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ അശുദ്ധിയല്ല, നമ്മുടെ പാപമല്ല, നമ്മുടെ കുറവുകളല്ല, എന്നാൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അവിശ്വാസമാണ് ഇതിന്റെ കാരണം. അതുകൊണ്ട് നിങ്ങളിലൊരു അത്ഭുതം നടക്കണമെങ്കിൽ വേറെ ഒന്നും വേണ്ട, വിശ്വസിക്കുക. നമുക്ക് ഇവിടെ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ് 23-ാമത്തെ വാക്യം, മർക്കോസ് 9:23. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. അതെ, വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. അപ്പൊ അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് സകലതും സാധ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഹല്ലേലൂയ, ഇതെല്ലാം നിങ്ങളുടെ അവകാശമാണ്. രോഗസൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. സമൃദ്ധി നിങ്ങളുടെ അവകാശമാണ്. വിടുതൽ നിങ്ങളുടെ അവകാശമാണ്. കാരണം ഒരുവൻ കർത്താവിനോട് പറ്റിച്ചേർന്നാൽ അവൻ കർത്താവുമായിട്ട് ഏക ആത്മാവാണ്. അതുകൊണ്ടാണ് ഐ മീൻ ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ. ഞാൻ ക്രിസ്തുവിനാണ്, ക്രിസ്തു എന്നിലാണ്, ഞാൻ ക്രിസ്തുവുമായിട്ട് ഏകാത്മാവായിട്ട് മാറി. അങ്ങനെ ഏകാത്മാവായിട്ട് മാറിയ അവനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. ആർക്കാണ് സകലതും സാധ്യം? വിശ്വസിക്കുന്നവന്. അതേ, പലരുടെയും ജീവിതത്തിൽ അവർ വിശുദ്ധി ഉള്ളവരാണ്, താഴ്മയുള്ളവരാണ്, അവര് പല കാര്യങ്ങളിലും അവരെ തന്നെ വളരെയേറെ സൂക്ഷിക്കുന്നവരാണ്, ഭയമുള്ളവരാണ്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും അവർക്ക് വിശ്വാസമില്ലാത്തിടത്തോളം അവർക്ക് അത്ഭുതം പ്രാപിക്കാൻ കഴിയുന്നത്. ഒരു വ്യക്തി അത്ഭുതത്തിലേക്ക് അദ്ദേഹം നടക്കണമെങ്കിൽ, അതായത് ദൈവപ്രവൃത്തി സംഭവിക്കണമെങ്കിൽ, അദ്ദേഹത്തിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അവനുണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വിശ്വസിക്കുക. ആമേൻ, വിശ്വസിക്കുക. ഹല്ലേലൂയ. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിന്റെ ക്രൂശ്, യേശുവിന്റെ കഷ്ടപ്പാട്, യേശുവിന്റെ ശരീരത്തിലേറ്റ മുറിവുകൾ, യേശു അനുഭവിച്ച നിന്ന, യേശുവിന്റെ മരണം, യേശുവിന്റെ പുനരുത്ഥാനം, ഇവയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. അതായത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ നാം ദൈവത്തോട് അടുത്തു വന്നു, ചേർക്കപ്പെട്ടു, അനുരഞ്ജനം നടന്നു. റെക്കൺസിലിയേഷൻ ഈസ് ഹാപ്പൻഡ്. അപ്പൊ അവിടെ കർത്താവിനോട് റെക്കൺസൈലായ, കർത്താവിനോട് വീണ്ടും ചേർക്കപ്പെട്ടവരായ നമ്മുടെ ജീവിതത്തില്, ഹല്ലേലൂയ, ഇനി അത്ഭുതം പ്രാപിക്കാനായിട്ട്, ഇനി ഒരു വിടുതൽ പ്രാപിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെയോ ആയിത്തീർന്ന് പ്രാപിക്കേണ്ടതല്ല. യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിലൂടെ പാപത്തിൽ പിറന്നവനായ ഞാൻ, പാപത്തിന്റെ വിത്തിൽ പിറന്നവനായ ഞാൻ, ദൈവവചനമാകുന്ന വിത്തിനാൽ വീണ്ടും ജനിച്ചപ്പോൾ എന്റെ ജീവിതത്തിനകത്ത് ഇനി ഒരു ശാപത്തിനും, ഒരു ദാരിദ്ര്യത്തിനും, ഒരു പ്രതികൂലത്തിനും എന്നെ തൊടുവാൻ സാധ്യമല്ല എന്ന ബോധ്യം എൻ്റെ അകത്ത് വന്നിരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും, ഏതൊക്കെ വഴികളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. 2-ാമത്തെ ലേഖനത്തിൽ അതിന്റെ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, 5-ാം വാക്യം, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളാത്തവരല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? അപ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ എക്സാമിൻ ചെയ്യണം, നിങ്ങളെ തന്നെ ശോധിച്ചു നോക്കണം, നിങ്ങളെ തന്നെ എക്സാമിൻ ചെയ്യേണ്ട ഒരു കാര്യം, വിലയിരുത്തേണ്ട ഒരു കാര്യത്തുള്ളൂ. നിങ്ങൾ വിശ്വാസത്തിന്റെ ആണോ കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ അത്ഭുതത്തിന് ഒരു കാര്യമുള്ളൂ, വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രം തൊട്ടു. അവിടെ അത്ഭുത സൗഖ്യം നടന്നു.
അത്ഭുത സൗഖ്യം നടക്കും. അവിടെ സൗഖ്യത്തെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തില് 5-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. അങ്ങനെ അവിടെ അത്ഭുത സൗഖ്യം നടന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുമ്പോഴും അവിടെ കർത്താവ് അവിടെ നിന്ന് സംസാരിച്ചപ്പോ യേശു ചോദിച്ചൊരു കാര്യം, എന്നെ തൊട്ടതാർ? അടുത്ത് ആ സ്ത്രീ ഭയന്ന്, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് ആ സ്ത്രീ ഭയന്ന് വിറച്ചുകൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. 34-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം. അവിടെ കർത്താവ് അവളോട് പറഞ്ഞൊരു കാര്യം, വിശ്വാസത്തോടു കൂടി പോവുക. അതായത് അവൾ തൊട്ടു, ശരിയാണ്, അവൾ കേട്ട വചനം പലതുണ്ട്. യേശുവിന്റെ അടുക്കൽ പോയി സൗഖ്യമാകുന്നു അവൾ കേട്ടു, അതനുസരിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ അവളുടെ സൗഖ്യം നിലനിൽക്കാനായിട്ട് യേശു പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, സ്വസ്ഥയായിരിക്കാം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് അത്ഭുതം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അത്ഭുതം പ്രാപിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ചില വിഷയങ്ങളുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നിങ്ങളൊരു അത്ഭുതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. നിങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. സാമ്പത്തികമായ വലിയ പ്രതികൂലത്തിൽ കൂടെ നിങ്ങൾ പോകുന്നവരാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറിച്ച് പലതും ചുറ്റുപാടുമുള്ളവർ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും. നിങ്ങൾ തന്നെ ചില വിലയിരുത്തലുകളിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ വിലയിരുത്തുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെയോ മറ്റാരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെയോ അങ്ങനെ ഒന്നുമല്ല നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. ദൈവവചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു അത് നിങ്ങളിൽ സംഭവിക്കും. അത് നിങ്ങളിൽ സംഭവിച്ചിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഹല്ലേലൂയ. ആ ബോധ്യം നിങ്ങളുടെ അകത്ത് വരാനായിട്ട്, ആ ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരാനായിട്ട്, ഹല്ലേലൂയ, നിങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ, വിശ്വസിക്കുക. വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകേണ്ടതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. വചനം കേൾക്കുക. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. റോമാലേഖനം 10:17. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്ന നിങ്ങളാൽ സകലതും സാധ്യം. എത്രമാത്രം അസാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു നിന്നോട്ടെ, എത്രമാത്രം ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്നോട്ടെ, എത്രയോ പരിമിതികൾ നിങ്ങളുടെ മുമ്പിൽ വന്നോട്ടെ, എത്രയോ പ്രതിസന്ധികൾ നിങ്ങളുടെ മുന്നിൽ മുഖാമുഖം കാണുന്ന സാഹചര്യമായിക്കോട്ടെ, ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ ശക്തനാണ്. He is able to perform what he promised. Hallelujah. അവൻ പറഞ്ഞ വാക്ക്, that is action. നിങ്ങളുടെ വിശ്വാസം, that is reaction. എന്നാൽ ആക്ഷനും റിയാക്ഷനും നമുക്കറിയാം, ഒരു രണ്ടുപേര് തമ്മിൽ വാഗ്വാദം നടക്കാതിരിക്കട്ടെ. ഒരാൾ പറഞ്ഞു, അദ്ദേഹം തിരിച്ചതിന് മറുപടി പറഞ്ഞു. അപ്പോഴേ മറുപടിയായി ആ മറുപടിയുടെ അതിന്റെ റിസൾട്ട് എന്താ? ഒരാൾ ജയിച്ചു, ഒരാൾ തോറ്റു, ഒരു ശരിയായി, ഒരു തെറ്റായി, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ആക്ഷന്റെയും റിയാക്ഷന്റെയും റിസൾട്ട് ആണ് മിറക്കിൾ. അതായത് ദൈവവചനത്തിൽ, ദൈവമഹത്വത്തിൽ ഞാൻ വിശ്വസിച്ചു, അതെന്റെ അത്ഭുതമായി മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. ആർക്കാണ് സകലതും സാധ്യം? വിശ്വസിക്കുന്നവരും. വിശ്വാസം ഉണ്ടാകണം, എന്ത് ചെയ്യണം? കേൾക്കണം. ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്നത് സകലതും സമ്പാദിച്ചു കഴിഞ്ഞു, ഒരുക്കി കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ദോഷമായതോ തിന്മയായതോ പ്രതികൂലമായതോ ശാപമായതോ ഒന്നും വരാൻ അവൻ സമ്മതിക്കത്തില്ല, അവൻ അനുവദിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചുറ്റുപാടുകളുടെ സ്വാധീനത്താൽ പിടിക്കപ്പെട്ട് നിരാശയിലാണോ? ചുറ്റുപാടുകളുടെ സ്വാധീനത്താൽ പിടിക്കപ്പെട്ട് നിങ്ങൾ ഭയത്തിന്റെ കീഴാണോ? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഭയപ്പെടുന്ന അനർത്ഥം നിങ്ങൾക്ക് ഭാവിക്കത്തില്ല. മാത്രമല്ല, നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ചാണ്, ഏത് വ്യക്തിയെക്കുറിച്ചാണ്, ഏത് സാഹചര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഭയപ്പെടുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത്ഭുതമായി തീരും. അതായത് ആ വിഷയത്തിനകത്ത് കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകും. അതിന് നിങ്ങളിൽ വേണ്ട ഒരു കാര്യം, ദൈവവചനത്തെ വിശ്വസിക്കുക, ദൈവവചനത്തെ കേൾക്കുക, വിശ്വസിക്കുക, പറയുക, വിശ്വസിക്കുക, കേൾക്കുക, വിശ്വസിക്കുക, പറയുക. അതായത് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിൽ വിശ്വാസമുണ്ടാകും. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചതുണ്ടാകും. അതെ പ്രിയപ്പെട്ടവരുടെ, ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ,
നിങ്ങളുടെ കേൾവി കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തെ പണിതെടുക്കണം. അതെ, നിങ്ങൾ വിശ്വസിക്കുന്നതിനെ നിങ്ങൾ പറയണം. അതാണ് വചനത്തിൽ പറഞ്ഞ അന്ത്യകാലത്ത് സകലജനത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. അതായത് പ്രവാചകന്മാരെന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി ആളുകളായിട്ട് നിങ്ങൾ കാണാതെ, നിങ്ങളുടെ പ്രവാചകനാണ്. നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ പ്രവചിച്ചാൽ അത് സംഭവിച്ചിരിക്കുമെന്ന് ഉറപ്പ് നിങ്ങളുടെ അകത്ത് വേണം. അത് സംഭവിക്കുമെന്ന് ഉറപ്പ്. അത് നിങ്ങളിൽ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും, നിങ്ങളുടെ അവസ്ഥയെ മാറ്റിമറിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യം. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കേൾക്കണം. കേൾവി നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ ജനിപ്പിക്കും. കേട്ടത് നിങ്ങൾ പറയുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കുന്നത് സൃഷ്ടിക്കപ്പെടും. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം. ആമേൻ. വിശ്വാസം ഉണ്ടാകാനായിട്ട് കേൾക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നത് ഉണ്ടാകുവാനായിട്ട് നിങ്ങൾ പറയണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തോട് പറയാമോ, ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ സ്വസ്ഥതയുള്ളവനാണ്, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണമായി അവൻ സമൃദ്ധിയുള്ളവനാണ്, ക്രിസ്തുവിൽ ഞാൻ എല്ലാ കാര്യത്തിലും നിറവുള്ളവനാണ്, തികവുള്ളവനാണ്, പൂർണ്ണതയുള്ളവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറും, ഒരു സംശയമില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ജീവിതത്തിൽ വിശ്വസിക്കാൻ കഴിയാതവണ്ണം മടുത്തും തളർന്നു വിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ അകത്ത് വിശ്വാസം ബിൽഡ് ചെയ്യപ്പെടട്ടെ, വിശ്വാസം വളരട്ടെ, വിശ്വാസം പണിയപ്പെടട്ടെ. അവരുടെ വിശ്വാസത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളും മാറിപ്പോകട്ടെ. കർത്താവെ, ആ ചന്ദ്രരോഗിയായ മകനുമായി വന്നവന്റെ ആ പിതാവിന് അവിശ്വാസത്തിന് തുടർന്ന് അവന് വിശ്വാസം ഉറപ്പിച്ചു കൊടുത്ത് അവന്റെ മകൻ അത്ഭുത സൗഖ്യം കൊടുത്ത കർത്താവെ, ഇവരുടെ ഹൃദയത്തിലുള്ള അവിശ്വാസം മാറിപ്പോകട്ടെ. നിന്റെ വചനത്തിന്റെ കേൾവിയാൽ, തുടർച്ചയായുള്ള കേൾവി കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറട്ടെ, അത്ഭുതമായി മാറട്ടെ. അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ തലമുറകൾ, അവരുടെ ആരോഗ്യം, അവരുടെ കുടുംബം, അവരുടെ സമ്പത്ത്, അവരുടെ ശുശ്രൂഷകൾ, അവരുടെ കുടുംബജീവിതം, അവരുടെ തലമുറകൾ, ജീവിത പങ്കാളി എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ട അവരുടെ അനുഗ്രഹത്തിനും നന്മയ്ക്കും സ്വസ്ഥതയ്ക്കും വിരോധം എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ വിധത്തിലെ പൈശാചികമായ തന്ത്രങ്ങളും പൈശാചികമായ ഇടപെടലുകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. കർത്താവ്, അത്ഭുതം നടക്കട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം എന്ന യേശുവിന്റെ നാമത്തിൽ, പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ വെളിപ്പെട്ട ദൈവപുത്രൻ യേശുവിന്റെ നാമത്തിൽ, വാഴ്ചകളും അധികാരങ്ങളും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ജീവിതങ്ങൾ സ്വതന്ത്രമാകട്ടെ. കർത്താവ്, അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി കർത്താവേ. കരങ്ങൾ ഏൽപ്പിക്കുന്നു. മഹത്വം അർക്കപ്പെട്ട യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യം. ആ ചന്ദ്രരോഗിയായവൻ, അവനുമായിട്ട് വന്ന പിതാവ് ആദ്യം മകന്റെ രോഗമായിരുന്നു വിഷയം, പിന്നെ പറഞ്ഞത് കർത്താവിന്റെ അവിശ്വാസത്തെ തുറന്നെടുക്കണം. അവിശ്വാസം മാറിയപ്പോൾ മകന് സൗഖ്യമായി. നിങ്ങൾ തുടർച്ചയായുള്ള വചന കേൾവിയിലൂടെ നിങ്ങളുടെ അവിശ്വാസം മാറുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം മറുപടി ഉണ്ടാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചില പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കാനായിട്ട് ഞങ്ങളുമായി ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾ തികച്ചും സൗജന്യമായ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിലും വലിയ നന്മയായി തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.